ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ശരിക്കും ഞാൻ തന്നെയാ സുരേഷ് മേനോൻ. ഞാൻ പാരമ്പര്യം തെറ്റിക്കുന്നില്ല പാട്ടി. പൂജാരിയാകാനാണ് എന്റെ വിധി. എന്താ കുട്ടി പറയണത്? ഇന്ന് വൈകിട്ട് ബാല ഇറങ്ങാറേണ്ടതാ. 10-20,000 രൂപ ടിക്കറ്റും വിറ്റ് കഴിഞ്ഞു. ഞാൻ പറയുന്ന സത്യം. ആ ചെക്ക് മാറില്ല. അയാള് സുരേഷ് മേനോനല്ല. സുരേഷ് മേനോനായിട്ട് അഭിനയിക്കായിരുന്നു. ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ലായിരുന്നു. മാഷ് എന്നോട് ക്ഷമിക്കണം. കടം വാങ്ങിയിട്ട് എന്റെ ബാലയ്ക്ക് ഞാൻ കോപ്പുണ്ടാക്കിയേ. മര്യാദക്ക് കാശെന്നില്ലേ ഇന്ന് തന്നെ ശവടക്കാ. വെറുതെ ഇരിക്കണോ? അങ്ങനെ കിഴക്കമ്മാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം. ഇയാൾക്ക് എന്നെ തനിനെ മനസ്സിലായിട്ടില്ല. എന്തോട് ആദ്യം നിങ്ങൾ ചെയ്യണമെന്ന് അറിയോ? സുരേഷ് മേനോന്ന് പറഞ്ഞ് നമുക്ക് കള്ളച്ചിക്കെന്നില്ലേ ആ നമുക്ക് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച്. അല്ല ഇവിടെ കലവല 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 പറയില്ല. എന്റെ ഇടപാടെ അയാളോടല്ല, ഇയാളോടാ. ഈ നക്കി നായരോട്. ഈ നക്കി എന്ന് പറഞ്ഞാലേ അയാൾ മാത്രമല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. പറഞ്ഞു കേൾക്കണു. ആദ്യം പോലീസിനെ കൂട്ടി രോഹിന്റെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവൻ ആരാണ് എന്താണെന്ന് അന്വേഷിച്ച ശേഷം അവിടെ ആക്ഷൻ എടുക്കാം. അല്ലാതെ ഇവിടെ കിടന്ന് മറ്റൊരു മറിച്ചും പറഞ്ഞത് എന്താ കാര്യം? എന്നാ ഞാൻ വരാൻ സ്റ്റേഷനിലേക്ക്. പിന്നെ ഒരു കാര്യം, വല്ല ഓടിപ്പകവലെ ശമ്പളം നടത്തിയാലോ അടിച്ചിന്റെ പൂട്ടല് കളക്ക് ഞാൻ. പിന്നെ നീ എഴുന്നേറ്റ് കളിക്കണ്ട. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമുള്ളതല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. അടി അടി പുറകെ ഞങ്ങളുണ്ട്. അടി എന്താ പാടുവോ അവളെ? ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് നീ പിടിക്കുക, പീടിക്ക്. അത് ഞാൻ പറഞ്ഞു. എന്താ ഇത്? നക്കട സ്റ്റേഷനിലേക്ക് ആൾമാറാട്ടമോ? ആൾമാറാട്ടോ? ഞാനാണ് സുരേഷ് മേനോൻ. ഇങ്ങനെ പറഞ്ഞാ ഇവരെന്തിനാണ് ഈ കള്ളത്തിൽ ഒപ്പിട്ട് തന്നത്? പിടിയാണ്. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. നടക്ക്. ആക്കിയതല്ലേ ആയതാ. നായരെ, ഒരു 10 രൂപ വിലയിട്ട് നിങ്ങൾ തന്നേക്ക്. ബാക്കി 20 രൂപയ്ക്ക് ആ വേനൽ തോന്നിക്കുന്ന സാധനം അതും തന്നേക്ക്. അത്രക്കൊന്നും വിലയില്ലെങ്കിലും ഞാൻ തീരെ കണ്ണിൽ ചോരയില്ലാത്തവനാവാൻ പാടില്ലല്ലോ. എനിക്കിത്തിരി വിഷം തന്നിട്ട് എല്ലാം കൂടെ എടുത്തോണ്ട് വെക്കൂ. നായരെ, അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കലയിട്ട പശുവിന് ചെന പിടിക്കില്ല. താൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകള്ളെ. ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാനും നിൽക്കൂല. നമുക്ക് 3 പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അന്തസ്സായിട്ട് പട്ടിണി ചേർന്ന് മരിക്കാടേ. നന്ദി കേട്ടവന്മാരെ, എല്ലാരും കൂടെ ശവത്തി കുത്താടാ. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കമാട്ട് കുരിനെടുത്ത് നടക്കില്ല. മര്യാദക്ക് കാശ് തന്നില്ലേ ഇനി താനായിരിക്കും പോലീസ് സ്റ്റേഷൻ കിടന്ന് തല്ലുള്ള. മൊയിലാളി, എന്റെ മൊയിലാളി, 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 എന്താണ് ശങ്കര? എന്താ ഇത്? കാശ് കാശ് ചെക്ക് മാറിയ കാശ്. എന്താ
മാറങ്ങോട്ട് ഒരുത്തന്റെ ഒരു സഹായം വേണ്ട. എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ. എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക്, എനിക്ക് ഇത്തിരി വെറുതെ ഉണ്ട്. കാശ് ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തരും ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു. ആദ്യം ആളെ പുറത്തിറക്കട്ടെ, എന്നിട്ട് തിരുവനന്തപുരം കാശിന്റെ കാര്യമൊക്കെ കേരളമല്ല. ആ വിവരം കിട്ടവന്മാരുടെ വാക്ക് വിശ്വസിച്ചത് കൊണ്ട് പറ്റിയ അപകടമാണ് സാർ. മോളിൽ നിന്നും ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പോഴും ആളറിയാതെ ഒഴുകുകയുള്ളൂ. സാറ് എന്നോട് ക്ഷമിക്കണം. സാരല്ല. എന്താ സർ, ഇങ്ങേര് പാവാണ് സർ. ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. എനിക്ക് വേണ്ടിയാണ് ഈ പാവം സുരേഷ് മേനോനായിട്ട് അഭിനയിച്ചത്. അഭിനയിച്ചെന്നു? കുട്ടി, ഇത് തന്നെയാണ് സാക്ഷാൽ സുരേഷ് മേനോൻ. ഓഹോ, അപ്പൊ ഇവിടെയും കൊടുത്തു 10 രൂപ അല്ലേ? സമസ്താപരാസം എല്ലാ പാപങ്ങളും ക്ഷമിച്ച് കാത്തു രക്ഷിക്കണം. അച്ഛനെ എന്തായി കാണിക്കുന്നത്? വിവരക്കേട് കൊണ്ടാ. കണ്ണി കുത്തു കൊണ്ടപ്പോഴേ മനസ്സിലായുള്ളൂ. മേനോ സാറിനെ നമ്മുടെ സമിതിയിൽ ഒരു സ്വീകരണം കൊടുക്കണം. വേണം വേണം. അതൊന്നും വേണ്ട, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, അത് മതി. ആ ആശാന്റെ ചെക്ക് മാറിയല്ലോ അല്ലേ? അയ്യോ കൊള്ളാം, മാറിയോന്നോ? ശരി, ഇന്നു മുതൽ ശരിക്കും ഞാൻ ആശാന്റെ ട്രൂപ്പിലെ പാർട്ണറാണ്. സത്യം. എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനും അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. വേറൊരു കൂട്ടുകാരി, അത്രേ ഉള്ളൂ എനിക്ക്. മാത്രമല്ല, രോഹിണി ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ സ്നേഹിക്കുന്നവരല്ല നമ്മൾ വിവാഹം കഴിക്കേണ്ടത്, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ്. അങ്ങനെ രോഹിണിയെ സ്നേഹിച്ച ഒരാളെ രോഹിണി കൈവിട്ടു. പാവം ശിവസുബ്രഹ്മണ്യം. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ. ഒന്നും പറയണ്ട, എല്ലാം ഞാൻ അന്വേഷിച്ചറിഞ്ഞു. അയാൾ കുറെ കള്ളങ്ങൾ പറഞ്ഞു, അത്രയുടെ അയാൾ ചെയ്ത് തെറ്റ്. നമുക്കെല്ലാം പറ്റിയതുപോലെ തന്നെ ചില ചുറ്റുപാടിൽ അങ്ങനെ പറഞ്ഞുപോയി. അതിനോട് ഇത്രമാത്രം അയാൾ വെറുക്കണോ? എങ്കിൽ രോഹിണിയും ഞാനും എന്നെ രോഹിണിയൊക്കെ വെറുക്കണ്ടേ? എന്തോന്നും മിണ്ടാത്തത്? അല്ല, ഇനി മിണ്ടിയിട്ടും ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. അയാളുടെ ജീവിതം കഴിഞ്ഞില്ലേ? അതെ, ഇന്ന് അയാൾ അമ്പലത്തിലെ പൂജാരിയാവുന്ന ദിവസമാണ്. പിന്നെ അയാളെന്നും ആ 4 അമ്പലത്തിനുള്ളിൽ ജീവിതം നഷ്ടപ്പെട്ട് ജീവിക്കും. അതിന് കാരണക്കാർ രോഹിണിയാണ്. ആ കുറ്റത്തിന് മാത്രം രോഹിണിക്ക് ഒരിക്കലും ആരും മാപ്പ് തരില്ല. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. വൈകിപ്പോയി, ഇനി അല്പനേരമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് രോഹിണി അവിടെ എത്തില്ല. പൂജ കഴിഞ്ഞ് നടക്കലിൽ 3 പ്രാവശ്യം നെറ്റി തൊട്ട് നമസ്കരിച്ചാൽ അയാൾ പൂജാരിയാവും. പിന്നെ രോഹിണിക്ക് ഒരിക്കലും അയാൾ തിരിച്ചു വിളിക്കാനാവില്ല. എവിടെ പോകുന്നു? കരയണ്ട, രോഹിണി വൈകിയില്ല. നടക്കലിൽ നെറ്റി തൊട്ടാൽ ബ്രഹ്മചാരിയാവുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ശ്രീകോവിൽ കയറി വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയാലേ പൂജ പൂർത്തിയാവും. അത് ഞാൻ പറഞ്ഞില്ല. കാരണം ശിവസുബ്രഹ്മണ്യം എത്ര വേദനിച്ചുവെന്ന്
രോഹിണി അറിയണമെങ്കിൽ അതിന്റെ ഒരു അംശം വേദനമെങ്കിലും രോഹിണി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോറി. ആ, എന്റെ ജോലി പൂർത്തിയായി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.